أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് തഖ്വ കൈമുതലാക്കി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നന്മകളും സൽക്കർമ്മങ്ങളും ചെയ്യാൻ പുണ്യ ദിനരാത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ലഭിക്കുക എന്നുള്ളത്. റമദാൻ മാസത്തോട് വിട പറഞ്ഞാൽ പിന്നെ ആ റമദാൻ മാസത്തിന്റെ കർമ്മങ്ങളുടെയും ദിനരാത്രങ്ങളിലെ നോമ്പിന്റെയും നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും ചൈതന്യം അത് കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ പാടുപെടുമ്പോൾ തന്നെ മാനുഷികമായ തെറ്റുകുറ്റങ്ങളും മനുഷ്യന്റെ ബലഹീനതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടുള്ള തിന്മകളിലേക്കുള്ള പോക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് തൊട്ടടുത്ത് തന്നെ മറ്റൊരു അവസരം കൂടി, അഥവാ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് യാത്ര തുടരാനും മറ്റൊരു അവസരം കൂടി സത്യവിശ്വാസികൾക്ക് സമാഗതമാവുകയാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന സൂറത്തിൽ കാലത്തെ സത്യം ചെയ്ത് പറഞ്ഞതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, കാലം, സമയം എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ വലിയ സൃഷ്ടിപ്പിൽപ്പെട്ട ഒരു സംഭവബഹുലമായ ഒരു ദൃഷ്ടാന്തമാണ്. മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഉന്നതനാകുന്നതും തിന്മകൾ ചെയ്ത് അധമനാകുന്നതും ഈ കാലത്തിലും സമയത്തിലുമാണ്. അള്ളാഹുവിന്റെ വിധി ഭൂമിയിൽ നടപ്പാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് നന്മകളും സൽക്കർമ്മങ്ങളും നിരവധി ചെയ്ത് മുന്നേറുന്ന ആളുകളും ഈ സമയത്തും കാലത്തും തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കാതെ തിന്മകൾ ചെയ്ത് തെറ്റിന്റെയും പാപങ്ങളുടെയും വഴിയിൽ പോകുന്നവരും ഈ കാലത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപകലുകൾ മാറി വരുന്നതിലും ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞതിൽ അതിനെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ദൃഷ്ടാന്തങ്ങൾക്ക് കൂടെ തന്നെ വളരെ വിലമതിക്കാവുന്ന ദൃഷ്ടാന്തമാണ് സമയം എന്ന ദൃഷ്ടാന്തം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ ഉളരി കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ശബാബക ഖബല ഹറമിക്, യുവത്വ കാലത്തെ വാർദ്ധക്യകാലത്തിന് മുമ്പ് നീ പ്രയോജനപ്പെടുത്തണമെന്നും, ഹയാതക ഖബല മൗതിക്, മരണത്തിന് മുമ്പ് ജീവിതത്തെ പ്രയോജനപ്പെടുത്തണമെന്നും, വളരെ ഉപകാരപ്രദമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറണമെന്നും പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അല്ലാഹുവിലേക്കുള്ള യാത്രയെ കുറിച്ച് പറയുന്ന അധിക സ്ഥലങ്ങളിൽ ഖുർആൻ പ്രയോഗിക്കുന്നത് എന്നൊക്കെയാണ്. കാത്തു നിൽക്കാതെ മുന്നോട്ടുള്ള പ്രയാണം തുടരാനും അല്ലാഹുവിലേക്കുള്ള യാത്ര അതിവേഗത്തിൽ സൽക്കർമ്മങ്ങളും അമലസാലിഹാത്തുകളും ചെയ്ത് അല്ലാഹുവിലേക്ക് യാത്ര തുടരാനുമാണ് ആഹ്വാനം നൽകപ്പെടുന്നത്. വളരെ ചെറിയ ആയുസ് മാത്രമുള്ള ഈ സമുദായത്തിന് 1000, 900, 500, 700 ഒക്കെ ആയുസ്സുകളുള്ള
വലിയ ഒരു ബഹുഭൂരിപക്ഷം സമുദായങ്ങളോടാണ് മത്സരിക്കാനുള്ളത്. അൻതുമുൽ ആഖിറൂൻ വൽ അവ്വലൂന യൗമൽ ഖിയാമ. നിങ്ങൾ അവസാനം വന്ന സമുദായമാണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായതുകൊണ്ട് തന്നെ പരലോകത്ത് ആദ്യം നിൽക്കേണ്ടവരും പ്രഥമ സ്ഥാനത്തെത്തേണ്ടവരുമാണ്. അവിടെ ഈ സമുദായത്തിൽ നൽകപ്പെട്ട നിരവധി അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദ്റിനെ പോലെ, അതുപോലെ തന്നെ റമദാനിലെ മറ്റ് ദിനരാത്രങ്ങളെ പോലെ, ഇപ്പോൾ സമാഗതമാകാനിരിക്കുന്ന ദുൽഹിജ്ജയുടെ പുണ്യ ദിനരാത്രങ്ങളെ പോലത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ. ഈ ദിനരാത്രങ്ങളിൽ അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്ന അലല്ലാഹിൽ അമാനി എന്ന ഹദീസ് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അൽ കയ്യിസ്, ഏറ്റവും വലിയ ബുദ്ധിമാൻ, മൻ ദാന നഫ്സഹു, നഫ്സിനെ അടക്കി നിർത്തിയവനാണ്, പിടിച്ചു വെച്ചവനാണ്. കാരണം നഫ്സ് എപ്പോഴും ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, തിന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. പാപസുരക്ഷ ലഭിച്ച അമ്പിയാക്കളുടെ നഫ്സ് ഒഴികെ എല്ലാ നഫ്സുകളും പാപത്തിലേക്ക് ഇങ്ങനെ നയിച്ചുകൊണ്ടേയിരിക്കും. അവിടെ അതിനെ പിടിച്ചു വെച്ചുകൊണ്ട് വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി കർമ്മം ചെയ്തവനാണ് ബുദ്ധിമാനെന്നും വൽ ആജിസ്, ഏറ്റവും വലിയ ബലഹീനൻ മൻ അത്ബഅ നഫ്സഹു ഹവാഹ, തന്റെ നഫ്സ് പറഞ്ഞതെല്ലാം പിൻപറ്റിക്കൊണ്ട് അതിന്റെ പിന്നാലെ ഇങ്ങനെ പോവുകയും വതമന്ന അലല്ലാഹിൽ അമാനി, അള്ളാഹുവിനെ കുറിച്ച് വ്യാമോഹത്തോടു കൂടി ജീവിക്കുകയും ചെയ്തു. അള്ളാഹു എന്നെ എനിക്ക് തരും, അല്ലെങ്കിൽ ഞാനൊക്കെ അത്യാവശ്യം തികഞ്ഞവനാണ്, എന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഞാൻ എവിടേക്ക് എത്തും എന്നുള്ള ആ ഒരു വ്യാമോഹം. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പ്രതീക്ഷയോടൊപ്പം മനസാന്തരം വന്ന് കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് തന്റെ നഫ്സിന്റെ ഹവയെ തൊട്ട് പിന്മാറാതെ അതിന്റെ പിന്നാലെ പോവുകയും വളരെ നല്ല സുദിനങ്ങളും ദിനരാത്രങ്ങളും കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ. എന്നാൽ സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒരു അസ്ർ എന്ന് സത്യം ചെയ്ത് പറഞ്ഞ ആ കാലത്തെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലായിക്കൊണ്ട് ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ എന്ന വലിയ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. അതിന് വേണ്ടത് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ഈമാൻ ദൃഢമാക്കുകയും കുറ്റമറ്റ സ്ഫുടമായ തൗഹീദിന്റെ സത്യവിശ്വാസത്തിന്റെ ആ കളങ്കമറ്റ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നന്മ പരസ്പരം ഉപദേശിക്കുകയും ആ രംഗത്ത് ഏൽക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ക്ഷമയോടുകൂടി തരണം ചെയ്യുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ വലിയ ഖുസ്റിൽ നിന്ന്, വലിയ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരികളെ, നാം ഇവിടെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് വരവേൽക്കാൻ പോകുന്നത് ദുൽഹിജ്ജയുടെ പുണ്യ ദിനരാത്രങ്ങളെയാണ്. സൂറത്തുൽ ഫജ്റിൽ വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതത്തെയും 10 രാത്രികളെയും സത്യം ചെയ്ത് പറഞ്ഞത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ആ പ്രയോഗിച്ചത് യഥാർത്ഥത്തിൽ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളെ കുറിച്ചാണ്. പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്, റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠമായത്, അതല്ല ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണോ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ സ്വരൂപിച്ചുകൊണ്ട് പറഞ്ഞത് യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളുടെ രാവുകൾ ഏറ്റവും ശ്രേഷ്ഠമായതും, എന്നാൽ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ പകലുകൾ വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളുമാണെന്ന് പറയുകയുണ്ടായി. ഏതായിരുന്നാലും അവിടെ തന്നെ മറ്റു ചില അഭിപ്രായങ്ങളും കാണാം. റമദാൻ മാസത്തിലെ അവസാനത്തെ 10-ൽ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള മഹത്തായ ഒരു രാവ് ഉള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത നൽകപ്പെടുന്നത്. എന്നാൽ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ 10 ദിവസങ്ങളും വളരെയധികം കർമ്മങ്ങൾക്ക് പ്രാധാന്യമുള്ള മഹത്തായ ദിവസങ്ങൾ തന്നെയാണ്. ഏതായിരുന്നാലും അത് രണ്ടും വളരെ ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങൾ തന്നെ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സൂറത്ത് ഹജ്ജിന്റെ 28-ാമത്തെ വചനത്തിൽ വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അല്ലാഹുവിനെ സ്മരിക്കേണ്ട ആ ദിവസങ്ങൾ
അള്ളാഹുവിന്റെ നാമം സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്വം ഉരുവിട്ടുകൊണ്ട് അറിയപ്പെട്ട ആ ദിവസങ്ങളിൽ അവർക്ക് അള്ളാഹു നൽകിയ ബലിമൃഗങ്ങളെ അറുത്തുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ എന്ന് പറഞ്ഞതിൽ ആ അയ്യാമുൽ മഅലൂമാത്ത് എന്ന അറിയപ്പെട്ട ദിവസങ്ങളെ കുറിച്ചും കാണാം. ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളാണ് വരാൻ പോകുന്ന ഈ 10 ദിവസങ്ങൾ. അതുപോലെ തന്നെ ദുനിയാവിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വിശേഷിപ്പിക്കുകയുണ്ടായി. അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളാകുന്നു. ഖീല വലാ മിസ്ലഹുന്ന ഫീ സബീലില്ലാഹ് ഖാല വലാ മിസ്ലഹുന്ന ഫീ സബീലില്ലാഹ് ഇല്ലാ റജുലുൻ അഫറ വജ്ഹഹു ബിത്തുറാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഇതാണെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ദിവസങ്ങളാണോ ഈ ദിവസങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അങ്ങനെ തന്നെയാണ്. ഇല്ലാ റജുലുൻ അഫറ വജ്ഹഹു ബിത്തുറാബ്. ഒരാളൊഴികെ അദ്ദേഹം ആ മാർഗത്തിൽ പുറപ്പെട്ട് ആ മാർഗത്തിൽ കൊല്ലപ്പെടുകയും ഷഹീദാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സ്ഥാനം ഉന്നതം തന്നെയാണ്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ, അമൽ സാലിഹാത്തുകൾ ഇത്രത്തോളം ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസവും തന്നെ ഇല്ല. യാനി അയ്യാമുൽ അശ്ർ, അതായത് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ. പ്രവാചകരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത് യുദ്ധത്തിന് പുറപ്പെട്ട യോദ്ധാക്കളെക്കാളും ആ കർമ്മത്തെക്കാളും വലിയ ശ്രേഷ്ഠതയാണോ ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അതെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സായുധ പോരാട്ടത്തെക്കാളും ആ ദിവസങ്ങളിലെ കർമ്മങ്ങൾ ശ്രേഷ്ഠമാണ്. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി സുമ്മ ലം യർജി മിൻ ദാലിക ബിശൈ. ഒരാളൊഴികെ അദ്ദേഹം തന്റെ ശരീരവും സമ്പത്തുമായിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുകയും അങ്ങനെ അത് രണ്ടുമായി മടങ്ങാതെ പൂർണ്ണമായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സ്ഥാനമൊഴികെ സഹോദരികളെ, ഈ ദിവസങ്ങളുടെ പ്രത്യേകതകൾ ഈ ആയത്തുകളിൽ നിന്നും ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ 10 ദിവസങ്ങളിലാണ് യഥാർത്ഥത്തിൽ അറഫ ദിനമുള്ളത്. അറഫ ദിനത്തെ കുറിച്ച് നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ആളുകളെ നരകത്തിൽ നിന്ന്, നരകം കണക്കാക്കപ്പെട്ട ആളുകളെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് ആക്കുന്ന ദിവസമാണിത്. അതുകൊണ്ട് തന്നെ പിശാച് അതിന് ഇങ്ങനാകുമെന്നും, പിശാച് മണ്ണ് വാരി തലയിലിട്ടുകൊണ്ട് ഞാൻ മനുഷ്യരെ തിന്മകൾ ചെയ്യിച്ച് പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അവരിതാ തൗബ ചെയ്ത് എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് പിന്മാറുകയും ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ ഈ 10 ദിവസങ്ങളിൽ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണെന്ന് കൂടി നാം മനസ്സിലാക്കുക. കാരണം അതിൽ നമസ്കാരമുണ്ട്, അതുപോലെ തന്നെ ഈ ദിനരാത്രങ്ങളിൽ തന്നെ സുന്നത്തായ നോമ്പുകളുണ്ട്, അതുപോലെ തന്നെ ഈ ദിനരാത്രങ്ങളിൽ തന്നെ സ്വതക്കകൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുത്ത് മാംസം വിതരണം ചെയ്യുന്നതിനും പ്രാധാന്യമുണ്ട്. ഈ ദിനരാത്രങ്ങളിൽ തന്നെ 5ാമത്തെ റുക്നായ ഹജ്ജും ഒരുമിച്ച് ചേർന്നുകൊണ്ട്, അതുകൊണ്ടാണ് ഉമ്മഹാത്തുൽ ഇബാദാത്തുകളുടെ ശ്രേഷ്ഠമായ ആരാധനാകർമ്മങ്ങളുടെ ഏറ്റവും ഉത്തുംഗ രൂപങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിനങ്ങളാണ് ഇത് എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ ദിനരാത്രങ്ങളെ നാം സ്വീകരിക്കേണ്ടത് ഒന്നാമതായി തൗബ ചെയ്തുകൊണ്ടാണ്. തീർച്ചയായും മനുഷ്യരെ കർമ്മങ്ങളുടെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രയാണത്തിനും സൽക്കർമ്മങ്ങളിലുള്ള മുന്നേറ്റത്തിനും തടസ്സമാകുന്നത്, ഏറ്റവും വലിയ തടസ്സമാകുന്നത് അവന്റെ പാപങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, താങ്കളുടെ മുതുകിനെ ഒടിച്ചു കളയാൻ സാധ്യത ഉണ്ടായേക്കാവുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ഭാരങ്ങളും ഞാൻ ഇതാ എടുത്തു കളയുന്നു. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്മത്ത്, പാപ സുരക്ഷ നൽകിയതിനെ കുറിച്ച് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം താങ്കളുടെ മുതുകൊടിച്ചു കളഞ്ഞേക്കാവുന്ന ഭാരം എന്നാണ്. എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ച് കാണാൻ സാധിക്കും. ഒരു ഭാരം വഹിക്കുന്നവനും മറ്റൊരുത്തന്റെ ഭാരം വഹിക്കാത്ത ദിവസമായിരിക്കും അതെന്ന് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പ്രയോഗിക്കുന്നു. സഹോദരങ്ങളെ, സഹോദരികളെ,
നമ്മുടെ എല്ലാം മുതുകിൽ നാം വഹിക്കുന്ന ഭാരങ്ങൾ, അതായത് തിന്മയുടെയും പാപങ്ങളുടെയും ഭാരങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിൽ നമ്മെ പിടിച്ചു വെക്കുന്നതും പിന്നോട്ട് വലിക്കുന്നതുമായതുകൊണ്ട് തന്നെ ഏറ്റവും അധികം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സഹായകമാകുന്നത് തൗബ തന്നെയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കുറിച്ച് പറയുന്നത് അത്തഖ്ലിയ സുമ്മ തസ്ഫിയ എന്നാണ്. അത്തഖ്ലിയ എന്ന് പറഞ്ഞാൽ അത്തഖ്ലിയ സുമ്മ തഹ്ലിയ. തഹ്ലിയ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നതാണ്. അതായത് മാലിന്യങ്ങളായ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്ന മാലിന്യങ്ങളായ തിന്മകളിൽ നിന്നും പൂർണ്ണമായി ശുദ്ധീകരിച്ചതിന് ശേഷമാണ് അതിന് ഹുലി എന്ന് പറഞ്ഞ നല്ല ആഭരണങ്ങൾ, സൽക്കർമ്മങ്ങളുടെയും ഏറ്റവും നല്ല അമലുസാലിഹാത്തുകളുടെയും ആഭരണങ്ങൾ അണിയിക്കുന്നതിന് മുമ്പ് അതിൽ കെട്ടി പിടിച്ചു കിടക്കുന്ന തിന്മകളുടെ, ഞാനും നിങ്ങളുമെല്ലാം മനുഷ്യരായതുകൊണ്ട് തന്നെ അത് ഇല്ല എന്ന് അവകാശപ്പെടാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആ തഹ്ലിയത്ത് പൂർണ്ണമായി സ്ഫുടം ചെയ്ത് ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം തൗബയിലൂടെ ആദ്യമായി നാം നടത്തേണ്ടതുണ്ട്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ എല്ലാവരും, മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു പറയുന്നു, മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ഒന്നാമതായി ഈ പുണ്യ ദിനങ്ങളെ സ്വീകരിക്കാനുള്ള ശ്രമമായി നാം നടത്തേണ്ടത് തൗബയും ഇസ്തിഗ്ഫാറുമാണ്. ഈ തൗബയുടെയും ഇസ്തിഗ്ഫാറിലൂടെയും നമുക്കറിയാം അല്ലാഹു പാപങ്ങൾ പുറത്തു തന്നാൽ പിന്നെ ആ സ്ഥാനത്ത് യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹൻ. തൗബ ചെയ്യുകയും അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ ഒഴികെ ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ പ്രത്യേകത പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു മാത്രമല്ല, ആ സ്ഥാനത്തെല്ലാം അല്ലാഹു സൽക്കർമ്മങ്ങളും ഹസനാത്തുകളും ബദൽ നൽകുന്നു. അതിന് തഫ്സീറിൽ കാണാം, അതായത് മുൻകാലങ്ങളിൽ ചെയ്തതിനേക്കാൾ മുൻകാലത്ത് അവൻ തിന്മകളിലേക്ക് ഉളരിയവനാണെങ്കിൽ അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള നല്ല തൗഫീഖും സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള ഭാഗ്യവും അല്ലാഹു നൽകുമെന്ന് കാണാൻ സാധിക്കും. തീർച്ചയായും അല്ലാഹുവിലേക്കുള്ള ഈ പ്രയാണത്തിൽ നമുക്ക് തടസ്സം നിന്നേക്കാവുന്ന തിന്മകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ നാം സന്നദ്ധരാവുക. അതുപോലെ തന്നെ അല്ലാഹുവിനോട് സദാസമയം പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണ്. പക്ഷെ ഞാനും നിങ്ങളും പലപ്പോഴും അതിങ്ങനെ ഒരു ആദത്ത് മാതിരി ഇങ്ങനെ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി, അതിന്റെ അർത്ഥം അറിയാതെ ഇങ്ങനെ ചൊല്ലി പറഞ്ഞു പോകുന്ന അവസ്ഥ. എന്താണ് അവിടെ പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, എന്നെ നീ സഹായിക്കണേ, അലാ ദിക്രിക, സദാസമയം നിന്നെ സ്മരിക്കാൻ, വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാൻ, വഹുസ്നി ഇബാദതിക, ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും എന്നെ നീ സഹായിക്കണേ എന്ന് പറയുന്നത് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ്. കാരണം നമുക്കറിയാം നമസ്കാരം, ആ നമസ്കാരത്തിൽ ഏതായിരുന്നാലും പൂർണ്ണത നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോ ആ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നാണ്. ഒരു തെറ്റ് ചെയ്തുകൊണ്ടല്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ച് നിന്നപ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളും പലതും ചിന്തിച്ചു പോയിട്ടുണ്ട്, പലതും കണക്ക് കൂട്ടിയിട്ടുണ്ട്, പല ദുനിയാവിയായ ചിന്തകളിലും മനസ്സ് വിഹരിച്ചു പോയിട്ടുണ്ട്. അവിടെ ഏറ്റവും മഹാനുന്നതരുമായ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ട നൃത്തം അത് ശരിയായെങ്കിൽ മാത്രമേ പരലോകത്തെ മഖാം ശരിയാവുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ വിശ്വാസി ഭയപ്പെടുന്നു. എന്റെ ആ നൃത്തം ശരിയായിട്ടില്ലേ, നമസ്കാരം മതിയായ രൂപത്തിലായിട്ടില്ലേ, ആ ചിന്തയോട് കൂടിയാണ് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനിയും എനിക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനും എനിക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനും നിന്റെ സഹായം വേണം. കാരണം നമ്മുടെ ഒരാളുടെയും യോഗ്യത കൊണ്ട് നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ട് സാധ്യമല്ല, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആളുകളായിരുന്നു അമ്പിയാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം നിരത്തി വെച്ച് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ലാ ഉഹ്സി തനാഅൻ അലൈക അൻത കമാ അത്നൈത അലാ നഫ്സിക. അല്ലാഹുവേ, എനിക്ക് നിന്നെ വേണ്ട രൂപത്തിൽ പുകഴ്ത്താൻ സാധ്യമല്ല. ഏറ്റവും ഉന്നതരും മഹാനുമായ നിന്റെ ഏറ്റവും വലിയ സ്തുതി കീർത്തനങ്ങൾ വേണ്ട രൂപത്തിൽ പറയാൻ എനിക്ക് സാധ്യമല്ല.
അതുകൊണ്ട് നീ എങ്ങനെയൊക്കെ നിന്നെ സ്തുതിച്ചോ അതെല്ലാം ഞാൻ ഏറ്റു പറയുന്നു, സമ്മതിക്കുന്നു എന്ന് ഒരു വിനയാന്വിതനായ ദാസനെ പോലെ മണ്ണിൽ മുഖം വെച്ച് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഏറ്റവും ഉന്നതനും മഹാനുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവില്ല എന്നതിനെ കുറിച്ച് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് പറയാൻ കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തിയിൽ നിന്നും കഴിവിൽ നിന്നും യോഗ്യതയിൽ നിന്നും ഞാൻ എന്ന അഹംഭാവത്തിൽ നിന്നുമെല്ലാം മുക്തനായി സ്വതന്ത്രനായി കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ആ ഇഫ്തിഖാറിന്റെ വിനയാന്വിതനാവുന്നതിന്റെ ഒതുങ്ങലിന്റെ ആ ഒരു സ്റ്റേജാണ് യഥാർത്ഥത്തിൽ ആ ദിക്റിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരാളുടെയും യോഗ്യത കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് തന്നെ വേണം. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا എന്ന് അൻസാരികൾ പറഞ്ഞതുപോലെ അല്ലാഹുവേ നീ ഇല്ലെങ്കിൽ, നിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ല, സദഖ ചെയ്യാനോ നമസ്കരിക്കാനോ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരാളുടെയും യോഗ്യത കൊണ്ടല്ല ഇതൊന്നും സാധിക്കുന്നത്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. ആ സദാസമയമുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക, അതും ഈ പുണ്യദിനങ്ങളെ വരവേൽക്കുമ്പോൾ നാം വർദ്ധിപ്പിക്കുക. കാരണം നമുക്കറിയാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രബോധനം നടത്തിയ പ്രവാചകനാണ്. അദ്ദേഹം 950 വർഷക്കാലത്തെ പ്രബോധനത്തിന് ശേഷം ഒരിക്കലും ശരിയാവില്ല തോന്നിയ സമുദായത്തിനെതിരെ പ്രാർത്ഥിച്ചിട്ട് കപ്പലിറക്കിയപ്പോൾ എന്റെ യോഗ്യത കൊണ്ട് അല്ലെങ്കിൽ എന്റെ ആ ഒരു ക്വാളിറ്റി കൊണ്ട് കിട്ടിയെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ബിസ്മില്ലാഹി മജ്റേഹ മുർസാഹ, അള്ളാഹുവിന്റെ നാമത്തിൽ മാത്രമാണ് ഈ കപ്പൽ സഞ്ചരിക്കുന്നത്, ഈ കപ്പൽ നങ്കൂരമിടുന്നത്, ഇതിൽ കയറിക്കൊള്ളുക എന്ന് അദ്ദേഹം വിനയാന്വിതനായി പറയുകയാണ്. തൊട്ടടുത്ത് തന്നെ തന്റെ പുത്രന്റെ വിഷയത്തിൽ, തൗഹീദില്ലാത്ത പുത്രന്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ നൂഹേ വേണ്ട, അതിലേക്ക് അവകാശമില്ല, ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അത് നിന്റെ ആ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ സൽക്കർമ്മങ്ങളല്ല തെറ്റായ കർമ്മങ്ങളാണ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഏറ്റവും വിനയാന്വിതനായ ഒരു ദാസനെ പോലെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ ഞാൻ എന്നോട് ചോദിച്ചത് ഒരിക്കലും ചിന്തിച്ചില്ല 950 വർഷത്തെ പ്രബോധന ജീവിതത്തിന് ശേഷം എന്റെ മകന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴേക്ക് ഇത്ര ശക്തമായ തിരുത്തൽ എന്തിനു തന്നു എന്ന് നൂഹ് നബി അലൈഹി സ്വലാം ചിന്തിച്ചില്ല. വിനയാന്വിതനായി ഒതുങ്ങിക്കൊണ്ട് വിനയാന്വിതനായ ദാസനെ പോലെ അദ്ദേഹം പറഞ്ഞു, റബ്ബേ പുറത്തു തരണമേ, എനിക്ക് അവകാശമില്ലാത്തൊരു കാര്യം എന്നോട് ചോദിച്ചത് എനിക്ക് പുറത്തു തരണമേ, നീ എങ്ങാനും പുറത്തു തന്നില്ല എങ്കിൽ ഞാൻ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് വിനയാന്വിതനായപ്പോൾ അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ കഅബ നിർമ്മിച്ച ശേഷം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹു കൽപ്പിച്ച സമയത്ത് അള്ളാഹു കൽപ്പിച്ച സ്ഥലത്ത് കഅബ നിർമ്മിച്ച ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്നാ എന്നാ പറഞ്ഞത്. സ്വീകരിക്കുക എന്ന പ്രാർത്ഥനയാണ്, വിനയാന്വിതനാവുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് മുന്നിൽ ഒതുങ്ങുകയാണ്. ആ ഒതുക്കത്തോടു കൂടി വിനയാന്വിതരായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഈ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥന സദാസമയം, അതും ഈ ദിനങ്ങൾ സ്വീകരിക്കുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ ദിനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നിരവധി സൽക്കർമ്മങ്ങൾ, ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഹജ്ജ് തന്നെയാണ്. ഹജ്ജും ഉംറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ, ഒരു ഉംറ മുതൽ മറ്റേ ഉംറ വരെ, അടുത്ത ഉംറ വരെയുള്ള എല്ലാ തിന്മകളും പുറത്തു തരുന്ന കർമ്മമാണ് ഉംറ. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന മറ്റൊരു കർമ്മമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് അനുഷ്ഠിക്കുക, ഐച്ഛികമായ നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഐച്ഛികമായ നോമ്പുകൾ സാധിക്കുന്ന രീതിയിൽ നമുക്കെടുക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിങ്കൾ വ്യാഴം നോമ്പുകൾ, അതുപോലെ തന്നെ അറഫ ദിവസത്തെ നോമ്പ്. അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് വിശ്വാസം പറയുന്നു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത അല്ലതി ഖബലഹ വല്ലതി ബഅദഹ. അറഫ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് വിശ്വാസം പറയുന്നു, ആ നോമ്പ് അതിനു മുമ്പുള്ള വർഷത്തെയും ശേഷമുള്ള വർഷത്തെയും ചെറുദോഷങ്ങളെല്ലാം പുറത്ത് ലഭിക്കാൻ, അള്ളാഹു പുറത്തു തരാൻ കാരണമാകുന്ന ഒരു വലിയ കർമ്മമാണ്. അതുപോലെ തന്നെ മൊത്തത്തിൽ ഐച്ഛികമായ നോമ്പുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ഒരു
അള്ളാഹുവിന് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു അവന്റെ മുഖത്തെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് വിദൂരമാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ വാർഷികമായ നോമ്പുകളും അറഫാ ദിവസത്തിലെ പ്രത്യേകമായ നോമ്പും ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമസ്കാരം ഏറ്റവും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അസ്സലവാത്ത് ഫീ വഖ്തിഹാ, നമസ്കാരങ്ങൾ അതിന്റെ സമയത്ത് നിർവഹിക്കൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 5 വക്ത് നമസ്കാരം, ആ ഫർദായ നമസ്കാരങ്ങൾ കൃത്യമായി കൊണ്ട് അതിന്റെ അതാത് സമയത്ത് പുരുഷന്മാർ ജമാഅത്തായിക്കൊണ്ട് തന്നെ നിർവഹിക്കാൻ ശ്രമിക്കുക. മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി. അല്ലാഹു പറയുന്നതായിട്ട് ഖുർആനിൽ ഹദീസിൽ കാണാം, എന്നോട് അടുക്കാൻ എന്റെ അടിമയ്ക്ക് ഏറ്റവും നല്ലത് ഞാൻ അവന് ഫർദാക്കിയ കാര്യങ്ങളാണ്. ഹറാമിൽ നിന്ന് വിട്ടുന്ന ശേഷം പിന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ ഫർദായ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നതാണ്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് സുബഹി നമസ്കാരം ഒഴിവാക്കുക, അല്ലെങ്കിൽ കുറെ സമയം രാത്രി ഉറക്കൊഴിവാക്കി എന്തൊക്കെയോ ചെയ്തിട്ട് സുബഹി അതിന്റെ സമയം പോകുന്ന രീതിയിൽ ഉറങ്ങിപ്പോവുക, ഈ രീതിയിലല്ല. ഒന്നാമതായി ക്ലിപ്തപ്പെടുത്തേണ്ടത് നമ്മുടെ ഫർദായ നമസ്കാരങ്ങൾ, ഫർദായ കാര്യങ്ങൾ അത് കൃത്യമായി നിർവഹിക്കാൻ നാം ശ്രമിക്കുക. അതിനുശേഷം എന്റെ അടിമനിലേക്ക് ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ അടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ അവനെ സ്നേഹിക്കുന്നത് വരെ. ഞാൻ അവനെ സ്നേഹിച്ചാലോ അവന്റെ കണ്ണും കാതും ചെവിയും അവന്റെ കണ്ണും കാതും കൈയും എല്ലാം നടക്കുന്ന കാലുമെല്ലാം അള്ളാഹു എന്ന ഒരു ചിന്തയിൽ അധിഷ്ഠിതമാകും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് മാത്രം കാണാനും കേൾക്കാനും സംസാരിക്കാനും സൽക്കർമ്മങ്ങളിലേക്ക് മാത്രം നടക്കാനും സൽക്കർമ്മങ്ങൾക്ക് മാത്രം പ്രവർത്തിക്കാനും അവന് ഒരു തൗഫീഖ് അള്ളാഹു നൽകും. അള്ളാഹു നമുക്കും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിൽ, ഈ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കർമ്മമാണ് തക്ബീറും തഹ്മീദും തഹ്ലീലും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഒരുപാട് ഹദീസുകൾ ഈ 4 കലിമത്തുകളെ കുറിച്ച്, ഏകദേശം സഹീഹായ 15ഓളം ഹദീസുകൾ ഈ 4 കലിമത്തുകളെ കുറിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനപ്പുറം റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ഒരു ബാഖിയാത്തുസ് സാലിഹാത്ത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പല മുഫസ്സിറുകളും അഭിപ്രായപ്പെട്ടത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 കലിമത്തുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് പറയാൻ നമുക്ക് എന്ത് പ്രയാസമാണുള്ളത്. എപ്പോഴും പറയാം, ഡ്രൈവ് ചെയ്യുമ്പോൾ, ഡ്യൂട്ടിയിലാകുമ്പോൾ, സഹോദരിമാർക്ക് കിച്ചണിൽ ജോലി എടുക്കും, ഏത് സമയവും സദാസമയം പറയാൻ സാധിക്കുന്ന 4 വാക്കുകൾ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അയ്യാമിൻ അഅ്ദമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി അൽഅമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളതും അല്ലാഹുവിന് ഏറ്റവും കർമ്മങ്ങൾ ഇഷ്ടമുള്ളതുമായ ഇത്ര മറ്റൊരു ദിവസം ഈ 10 ദിവസത്തെ പോലെ ഇല്ല. ഫഅക്സിറു ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ പരമാവധി തക്ബീറും തഹ്മീദും തഹ്ലീലും ചൊല്ലിക്കൊണ്ട് ദിക്ർ സദാസമയം കാത്തു സൂക്ഷിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ഈ ദിനങ്ങളായി കഴിഞ്ഞാൽ അങ്ങാടിയിലേക്ക് ഇറങ്ങി തക്ബീർ ഉച്ചത്തിൽ ചൊല്ലുമായിരുന്നുവെന്ന് ബുഖാരിയിൽ കാണാം. അപ്പോൾ മുത്ലഖായ മൊത്തത്തിലുള്ള തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുള്ള ആ തക്ബീറിനെ കുറിച്ച് അവിടെ തക്ബീർ, തഹ്ലീലും തഹ്മീദും 3 വരുന്നുണ്ട്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ഈ 4 വചനങ്ങളും ഇത് നാം പരമാവധി ഈ ദിനങ്ങൾ ചൊല്ലുക. തക്ബീറും തഹ്ലീലും തഹ്മീദും അത് 10 ദിവസങ്ങളുടെ തുടക്കം മുതൽ തന്നെ സദാസമയം നമുക്ക് ചെല്ലാൻ സാധിക്കും. എന്നാൽ അതിൽ തന്നെ 2 ഇനങ്ങളുണ്ടെന്ന് കാണാം. ഒന്ന് മുഖയ്യദായ സമയബന്ധിതമായ തക്ബീർ, അത് ഫർദ് നമസ്കാരത്തിന് ശേഷം തുടങ്ങുന്നത് അയ്യാമുൽ തശ്രീഖിൽ, ഈദിന്റെ ദിനം മുതലുള്ള ദിവസങ്ങളിലാണ് ഫർദ് നമസ്കാരത്തിന് ശേഷം പ്രത്യേകമായ തക്ബീർ ഉള്ളത്. എന്നാൽ ദുൽഹിജ്ജയുടെ 10 തുടങ്ങുന്നത് മുതൽ തന്നെ മുത്ലഖായ മൊത്തത്തിലുള്ള തക്ബീർ നമുക്ക് ചൊല്ലാം. അത് ഉച്ചത്തിൽ തന്നെ ചൊല്ലുന്നതാണ് പുരുഷന്മാർക്ക് സുന്നത്ത് കാണാൻ സാധിക്കും. എന്നാൽ കൂട്ടമായുള്ള തക്ബീറിന് ഒരിക്കലും ഒരു ഹദീസിലും തെളിവ് കാണാൻ സാധിക്കില്ല. അങ്ങാടിയിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം അങ്ങനെ ഓരോരുത്തരും ഒറ്റയ്ക്ക് തക്ബീർ ചൊല്ലുക എന്നല്ലാതെ ഒരേ ഈണത്തിൽ ഒരേ താളത്തിൽ ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ട്
അങ്ങനെ ചൊല്ലാനുള്ള തെളിവൊരിക്കലും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കില്ല. ഏതായിരുന്നാലും ഈ ദിനങ്ങളിൽ അള്ളാഹുവിനെ കൂടുതൽ മഹത്വപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും സ്മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദിനങ്ങളിൽ തന്നെ നമുക്ക് നിരവധി കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് സ്വതക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് ഏത് സമയം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ അമലു സ്വാലിഹ് എന്നാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതെല്ലാം ഈ ദിവസങ്ങളിൽ അതിനൊക്കെ പ്രാധാന്യമുണ്ട്. അത് നമസ്കാരമായാലും നോമ്പായാലും സദഖയായാലും സാധിക്കുന്നവർക്ക് ഹജ്ജും ഉംറയും അത് പ്രത്യേകമായിട്ടും, അല്ലാത്തവർക്ക് എല്ലാ കർമ്മങ്ങളും ദിക്റും അതോടൊപ്പം തന്നെ സദഖയും നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള കർമ്മങ്ങൾപ്പെട്ടതാണ്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അൻഫിഖൂ മിമ്മാ റസഖനാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. വലിയ സംഖ്യ കൊടുക്കണം അള്ളാഹു പറയുന്നില്ല. അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് അത് നല്ല തയ്യിബുൻ നഫ്സായിക്കൊണ്ട് നല്ല മനസ്സോടുകൂടി അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുമ്പ്, ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ വൽ കാഫിറൂന ഹും ളാലിമൂൻ. ആ ദിവസം വന്നാൽ പിന്നെ അന്ന് പിന്നെ ക്രയവിക്രയങ്ങളില്ല, അന്ന് സ്നേഹബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, ശുപാർശകളൊന്നും സ്വീകരിക്കുന്നതല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അമലുകളുമായി വന്നവർക്ക് മാത്രം രക്ഷയുള്ള ആ ഒരു ദിവസം നിഷേധികളെല്ലാം വലിയ അതിക്രമത്തിലാവുമെന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിക്കുന്നു. അതുപോലെ തന്നെ നിരവധി ആയത്തുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിനുള്ള ഉദാഹരണം ഒരു ധാന്യമണിയെ പോലെയാണ്. ആ ധാന്യമണി 7 കതിരുകൾ മുളപ്പിച്ചു. എല്ലാ കതിരിലും വേറെ 100 ധാന്യമണികൾ മുളച്ചു. 700 ഒരു ധാന്യമണിയെ തന്നെ 700 ധാന്യമണികളായിക്കൊണ്ട് അള്ളാഹു നൽകും. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനേക്കാൾ ഇരട്ടിച്ച് അള്ളാഹു നൽകും. അതുകൊണ്ട് തന്നെ കൊടുക്കുന്നതിന്റെ ആ വലിപ്പത്തിനല്ല പ്രാധാന്യം, കൊടുക്കുന്നത് എത്രത്തോളം മനസ്സറിഞ്ഞുകൊണ്ടും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അള്ളാഹു സ്വീകരിക്കുന്നത് ആരോഗ്യമുള്ള ധനത്തിനോട് സ്നേഹമുള്ള ആ സമയത്ത് ചെലവഴിക്കുന്നതിനാണ്. അല്ലാതെ അവസാനത്തേക്ക് വെച്ച് അവസാന അനന്തരാവകാശികളെല്ലാം കൂടി ഓരിച്ചെടുക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഈ ആദാലി ഫുലാൻ ഇതിന്റെ ആൾക്ക് എന്ന് നിങ്ങൾ വസിയത്ത് ചെയ്യേണ്ട, അതെല്ലാം ആ ആൾക്കും ഫുലാനും ആയിക്കളഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നീ ഫഖറിനെ ഭയപ്പെടുകയും ധനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആരോഗ്യമുള്ള ആ സമയത്താണ് നീ ചെലവഴിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ മാനഖ സദഖത്തും മിൻ മാലിൻ, ഒരു സദഖയും ഒരു ധനത്തെയും കുറച്ചു കളഞ്ഞിട്ടില്ല. നീ ചെലവഴിച്ചാൽ നിനക്ക് ചെലവഴിക്കാൻ വേറെ ആളുകൾ അള്ളാഹു നിയോഗിക്കും, അള്ളാഹു നിനക്ക് നൽകുമെന്നുള്ള ആ വാഗ്ദാനം. സഹോദരങ്ങളെ, ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നാം പരിശ്രമിക്കുക. ഈ ദിനങ്ങളിൽ തന്നെ വരുന്ന മറ്റൊരു വലിയ കർമ്മമാണ്, നമുക്കറിയാം, ഉദഹിയത്ത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ബലി നൽകുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ബലി നൽകുന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന് അതിന്റെ രക്തമോ മാംസമോ അല്ല ഉദ്ദേശം, എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള തഖ്വയാണ് അള്ളാഹു അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി തന്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തന്റെ പുത്രനെ പോലും ഒരുപാട് കാലം പ്രാർത്ഥിച്ച് അവസാനം ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനോടുള്ള വല്ലാത്ത സ്നേഹം ഇബ്രാഹിമിന്റെ മനസ്സിൽ ഇങ്ങനെ അതിര് കവിഞ്ഞപ്പോൾ അള്ളാഹു അവിടെ ഹുല്ലത്തിന്റെ ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്താൻ ഉദ്ദേശിച്ചു. ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ സ്നേഹങ്ങളും ഒഴിവാക്കി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഖലീൽ എന്ന പേര് കിട്ടാൻ കാരണം. അവിടെ കൽപ്പനയുണ്ടായി കുഞ്ഞിനെ അറക്കണം. ഏതായിരുന്നാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ആ പിതാവും പുത്രനും അതിന് സന്നദ്ധരായി. ഫലമ്മാ അസ്ലമ വതല്ലഹു ബിൽജബീൻ വനാദൈനാഹു അൻ യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും സ്വയം സമർപ്പിച്ചപ്പോൾ എന്നാണ്. ഈ സമർപ്പണം യഥാർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞതിനപ്പുറം
ഒന്നുമില്ല എന്നുള്ള, മറ്റെല്ലാം നിസ്സാരമാണെന്നുള്ള ആ സമർപ്പണമാണ് ഇബ്രാഹിമിന്റെ മാർഗം. മില്ലത അബീകും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഇബ്രാഹിമിന്റെ മാർഗത്തിൽ നിന്ന് ഏറ്റവും വലിയ വിഡ്ഢികളല്ലാതെ തിരിഞ്ഞു കളയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അസ്ബഹനാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും നമ്മോട് പറയാൻ ഉരുവിടാൻ പഠിപ്പിച്ച ആ ദിക്റിൽപ്പെട്ടതാണ് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ആയിരിക്കുന്നത്. അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിൽ, തൗഹീദിന്റെ ശിർക്കിന്റെ കളങ്കമില്ലാത്ത ശുദ്ധ പ്രകൃതിയിൽ, അലാ ഫിത്രത്തിൽ ഇസ്ലാം അലാ കലിമത്തിൽ ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഇഖ്ലാസിന്റെ കലിമത്തിൽ, വഅലാ മില്ലത്തി വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ, വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഞങ്ങളുടെ ആദിപിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിലായിക്കൊണ്ട്, ഹനീഫൻ മുസ്ലിമൻ അദ്ദേഹം ഋജുമാനസനായ അല്ലാഹുവിലേക്ക് നേരെ ചൊവ്വെ നടന്ന ശിർക്കിൽ നിന്ന് പൂർണ്ണമായി മാറി തൗഹീദിന്റെ മാർഗം സ്വീകരിച്ച മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ ഒരിക്കലും ബഹുദൈവാരാധനപ്പെട്ടവനായിരുന്നില്ല ഇബ്രാഹിം. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാത സ്വീകരിച്ചുകൊണ്ട് തന്നെ, ആ മില്ലത്ത് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ ആ ഉളുഹിയ്യത്ത്, അതിന് ഏറ്റവും വലിയ പ്രാധാന്യവും ശ്രേഷ്ഠവും നമുക്ക് കാണാൻ സാധിക്കും. ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദിവസമായി കഴിഞ്ഞ ഈ 10 ദിവസത്തിൽ, ആ ദുൽഹിജ്ജയുടെ 10 ദിവസം പ്രവേശിച്ചാൽ പിന്നെ നിങ്ങളിൽ ഒരാൾ ഉളുഹിയ്യത്ത് അല്ലാഹുവിന് വേണ്ടി ആ ബലിപെരുന്നാൾ ദിവസം ബലിയെടുക്കാൻ ഉദ്ദേശിച്ചാൽ തന്റെ മുടിയോ തന്റെ തൊലിയോ ഒരിക്കലും അദ്ദേഹം മുറിച്ചു കളയരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ 10 ദിവസം നമ്മിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി മുടിയോ തൊലിയോ സ്പർശിക്കാതെ യഥാർത്ഥത്തിൽ ഈ അല്ലാഹുവിനെ പൂർണ്ണമായി സമർപ്പിക്കുന്ന അതിനൊരു ഭാഗമായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ അള്ളാഹു പറയുന്ന ആ ഒരു പ്രത്യേക ദിനങ്ങൾ സാധാരണ ചെയ്യുന്ന ചില പതിവുകൾ ലംഘിച്ചുകൊണ്ട്, സാധാരണ ചെയ്യുന്ന ചില കർമ്മങ്ങൾ ലംഘിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ആ ഒരു രീതിയിൽ തന്റെ ദിനചര്യകളെ പോലും മാറ്റിമറിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് അള്ളാഹുവിനെ ഇച്ഛകളെയും ചിന്തകളെയും സമർപ്പിച്ച ഇബ്രാഹിമിന്റെ മില്ലത്ത് എന്ന് പ്രത്യേകം വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം സുന്നത്താക്കി സ്ഥിരപ്പെടുത്തിയ ആ ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരിക്കലും ദുൽഹിജ്ജയുടെ 10 ദിവസമായി കഴിഞ്ഞാൽ പിന്നെ മുടിയോ നഖമോ അല്ലെങ്കിൽ തൊലി പറിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വിലക്ക് യഥാർത്ഥത്തിൽ ആരാണ് ഉളുഹിയ്യത്ത് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് നിക്ഷിപ്തമാണ്. ഉദാഹരണമായി ഒരു കുടുംബനാഥൻ അദ്ദേഹം ഉളുഹിയ്യത്ത് ഉദ്ദേശിച്ചാൽ ഇത് എനിക്കും എന്റെ കുടുംബത്തിനും പ്രതിഫലം കിട്ടാനുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഉദ്ദേശിക്കുന്നതോടുകൂടി ആ വീട്ടുകാർക്ക് എല്ലാവർക്കും ആ ഉളുഹിയ്യത്തിന്റെ പ്രതിഫലം ലഭിക്കും. എന്നാൽ ഈ പറഞ്ഞ ഈ മുടിയോ നഖമോ തൊലിയോ മുറിക്കരുതെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ വീട്ടുകാരൻ കുടുംബനാഥൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ അദ്ദേഹം ആരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവരെല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതില്ല. ആ വ്യക്തിയെ മാത്രം നിക്ഷിപ്തമാണെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഉളുഹിയ്യത്ത് അറുക്കേണ്ടത് നമസ്കാരം കഴിഞ്ഞ ശേഷമാണെന്ന് കാണാൻ സാധിക്കും. നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും അറുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും അറുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഉളുഹിയ്യത്ത് ലഭിക്കണോ അത് പിന്നീട് അറുക്കണം, അല്ലാതെ വെറും മാംസത്തിന് വേണ്ടി രാവിലെ അറുക്കുന്ന അറവല്ല അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു. നമസ്കാരത്തിന് ശേഷം അറുക്കുന്ന അറവായിരിക്കണം, അല്ലാത്ത വെറും സ്വതക്കയായിരിക്കുമെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സാധിക്കുന്ന ആളുകൾ അത് സ്വയം ചെയ്യാൻ സന്നദ്ധരാവണം. അതിനാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. സാധിക്കുന്ന ആളുകൾ സ്വയം ചെയ്യാൻ സന്നദ്ധരാകണം. അതുപോലെ തന്നെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം ചെയ്യുന്നത്. ദുൽഹിജ്ജയുടെ ദിവസം പറക്കുന്നതോടുകൂടി തന്നെ ആ കുടുംബത്തിലും ആ വീട്ടിലും അതിനുള്ള തയ്യാറെടുപ്പുകളും, നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഉരുക്കള കൊണ്ടുവന്ന് കെട്ടലും അതിന് പുല്ല് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും അതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന് കാണാൻ സാധിക്കും. കാരണം അത് യഥാർത്ഥത്തിൽ ഒരു മാംസം ഉണ്ടാക്കുന്ന പരിപാടിയല്ല. അത്
മറിച്ച് അള്ളാഹുവിനെ കൂടുതൽ മഹത്വപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിനെ കൂടുതൽ സ്മരിച്ചുകൊണ്ട്, അള്ളാഹുവിനെ കൂടുതൽ പ്രകീർത്തിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കർമ്മമാണെന്ന് പഠിപ്പിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഉദ്ഹിയത്തെ നമ്മൾ ഇവിടെയുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ നമ്മുടെ മഹല്ലുകളിൽ ചേരുന്നതാണ് നമ്മുടെ പതിവ്. ആ പതിവ് യഥാർത്ഥത്തിൽ ഏറ്റവും അഫ്ദലായ ഒരു കർമ്മത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം കുറഞ്ഞു പോകുന്ന രീതിയാണ്. എന്നാൽ അത് ചെയ്യുന്നത് കൊണ്ട് ഉദ്ഹിയത്ത് വിടാതിരിക്കുകയില്ല, ഉദ്ഹിയത്ത് സ്വീകരിക്കപ്പെടും. ഏറ്റവും പ്രതിഫലമുള്ളത് എവിടെയാണോ നാം ജീവിക്കുന്നത് ആ നാട്ടിൽ തന്നെ അത് ചെയ്യുന്നതാണ് ഏറ്റവും അഫ്ദൽ എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ഒരാൾ മാത്രം ഈ നാട്ടിൽ പ്രവാസിയായിട്ട് ജീവിക്കുന്നു, അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെല്ലാം മറുനാട്ടിലാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് അതിൽ പങ്കെടുക്കാനും അതിന്റെ മാംസവിതരണത്തിനും അതിലെല്ലാം പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ അദ്ദേഹത്തിന് ആ അഫ്ദൽ നഷ്ടപ്പെടുന്നില്ല എന്നും കാണാൻ സാധിക്കും. അവിടെ എല്ലാം അത് നേരിട്ട് ഇടപെടുന്നതിനാണ് കൂടുതൽ അഫ്ദൽ. മറ്റുള്ളതും ഉദ്ഹിയത്തിന്റെ കർമ്മത്തിന്റെ ആ കടമ ഒരിക്കലും അതിന് ഭംഗം വരികയില്ല, അത് വീടുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഉദ്ഹിയത്ത് അറക്കുന്നതിൽ നിന്ന് അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായി കാണാൻ സാധിക്കും. അത് വെറും ഒരു സ്വതക്കക്കുള്ള അറിവ് മാത്രമല്ല, നേരെ മറിച്ച് ആ ഉദ്ഹിയത്തിൽ നിന്ന് തന്നെ നാം അറുത്ത ആ ഉദ്ഹിയത്തിൽ നിന്ന് തന്നെ ആ മാംസത്തിൽ നിന്ന് നാം നമ്മുടെ കുടുംബവും ഭക്ഷിക്കുന്നതിനും അതിന് പ്രതിഫലമുണ്ട് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം 63 ഒട്ടകങ്ങളെ ബലി നൽകുകയും അതിൽ നിന്ന് പാകം ചെയ്യാൻ ആവശ്യപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടു കൂടി അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഉദ്ഹിയത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലും പലപ്പോഴും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവര് മുഖേന മാത്രം ചേർത്തപ്പെടുന്ന ബന്ധങ്ങളിലെല്ലാം ബന്ധം പുതുക്കാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് അത് ആരെങ്കിലും നിർവഹിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ പള്ളി കമ്മിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ മഹലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാതെ നമുക്ക് അതിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കണം, പ്രത്യേക ആളുകൾക്ക് നമുക്ക് എത്തിക്കാനുള്ള ആളുകൾക്ക് നാം തന്നെ നേരിട്ട് അതിൽ പങ്കെടുത്തുകൊണ്ട്, നമുക്കറിയാം അങ്ങനെ മഹല്ലുകളിൽ ചെയ്യുന്ന സംവിധാനങ്ങളിൽ തന്നെ ഈ പങ്കെടുത്ത ആളുടെ ഓഹരി തീർച്ചയായിട്ടും ഉണ്ടാകും. അദ്ദേഹത്തിന് നൽകേണ്ട ആളുകൾക്ക് നൽകാൻ, അതിൽ നൽകിയാലും ഈ കുടുംബബന്ധം ചേർക്കുന്നതിന് ഒരു വലിയ അവസരമായിക്കൊണ്ട് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മരണപ്പെട്ട മാതാപിതാക്കൾ മുഖേന മാത്രം ചേർക്കപ്പെടുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇത്തരം അവസരങ്ങളിൽ പോയി ഈ ബന്ധങ്ങൾ ചേർക്കാൻ നമുക്ക് വലിയൊരു അവസരമാണിതെന്ന് നമുക്ക് ഓർമ്മിക്കണം. അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം അത് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ല. എല്ലാവരും, പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നിർവഹിക്കുന്ന ഈ ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് ഒരിക്കലും ഹജ്ജില്ലല്ലോ പിന്നെ ഒരു പെരുന്നാളില്ല എന്നൊരു രീതിയൊന്നും അങ്ങനെ തോന്നാതെ തന്നെ അവർക്ക് പ്രത്യേകമായി വേറെ കർമ്മങ്ങളായിക്കൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിലെ ഒരു മാനവികതയും എല്ലാ നാടുകളിലേക്കും അള്ളാഹു ആ സമയത്ത് എല്ലാ നാടുകളിലും അള്ളാഹു മഹത്വപ്പെടുത്തപ്പെടുകയും അള്ളാഹുവിന്റെ ദിക്ർ നിലനിൽക്കുകയും അള്ളാഹുവിനെ കൂടെ സ്തുതിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു മാനവികത ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കർമ്മങ്ങളെല്ലാം വളരെയധികം ആവേശത്തോടുകൂടി നാം ബന്ധപ്പെടേണ്ടതുണ്ട്, പങ്കെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ശരഈയായ വശങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ആളുകളെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് അതിന്റെ വശങ്ങൾ പഠിക്കാൻ അവസരം കിട്ടാറില്ല. അത് ഏതൊക്കെയാണ് ഇതിൽ വീടുന്നത്, ഏതൊക്കെയാണ് പറ്റാത്തത്, എങ്ങനെയൊക്കെയാണ് അറിവ് നടത്തേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെയൊക്കെ വിധികൾ, ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് നാം കർമ്മം ചെയ്യുമ്പോൾ അതിലൊരു ചൈതന്യവും ഒരു ആവേശവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത്തരം ദിനരാത്രങ്ങളിൽ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ വരുമ്പോൾ അവിടെ നേരത്തെ ആ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരിക്കലും ആജിസ് ആയിക്കൊണ്ട് തന്റെ ദേഹേച്ഛയുടെ പിന്നാലെ പോയി അതിങ്ങനെ ഒരു സാധാരണ ദിവസം വരുന്ന പോലെ ആ ദിവസം വന്നു, ആ ദിവസങ്ങളൊക്കെ പോയി, അതൊന്നും തന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ആനത്തായിട്ട് ജീവിച്ചു പോകുമ്പോൾ അത് ഏറ്റവും വലിയൊരു നഷ്ടമാണ്. നേരത്തെ പറഞ്ഞ ആ ഒരു ഹുസ്ർ ഏറ്റവും വലിയൊരു നഷ്ടവും പരാജയവുമാണെന്ന് കാണാൻ സാധിക്കും. ഒരിക്കലും ആ രീതിയിലാവാതെ ഇത്തരം നല്ല ദിനങ്ങൾക്കൊക്കെ ഇപ്പോൾ തന്നെ സന്നദ്ധരായിക്കൊണ്ട് അതിന്റെ കാര്യങ്ങൾ പഠിക്കാനും, അതുപോലെ തന്നെ ജിദ്ദയിലുള്ള ആളുകളാണെങ്കിൽ നമുക്കറിയാം ഹാജിമാര് വരുന്ന സമയങ്ങളാണ്. ഹാജിമാർക്ക് സേവനം ചെയ്യുന്നത് അള്ളാഹുവിന്റെ
അതിഥികളായിക്കൊണ്ട് റഹ്മാൻ പരമകാരുണ്യത്തിന്റെ അതിഥികളായിക്കൊണ്ട് അവരിങ്ങനെ വരുമ്പോൾ അതിന് ഹജ്ജിന് പോകാൻ സാധിക്കാത്ത ആളുകൾ നമുക്കറിയാം അറഫ കഴിഞ്ഞോടുകൂടി ചെക്ക് പോസ്റ്റ് ഒക്കെ ഓപ്പൺ ആകും. ആ സമയത്ത് എത്ര ആളുകൾ ചെന്നാലും മൾഡേസിനെ തികയാത്ത പ്രശ്നമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഒരു മിനിയുടെ ഒരു മാപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹാജിക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ അല്ലാഹു നാളെ സിറാത്ത് പാലത്തിൽ നമുക്ക് ആ കൂരിരുട്ടിൽ എല്ലാവരും പ്രയാസപ്പെടുന്ന ആ ഒരു സമയത്ത് നമുക്ക് വഴി കാണിക്കാനും നമുക്ക് വേഗത്തിൽ നടക്കാനും അല്ലാഹു ഒരുപക്ഷെ അതിലൂടെ നമുക്ക് എളുപ്പമാക്കിയേക്കും. സാധിക്കുന്ന ആളുകൾ അത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പല മലയാളി കൂട്ടായ്മകളും അവിടെ പല കർമ്മങ്ങളും വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട്. വെള്ളം വിതരണമായിട്ടും കഞ്ഞി വിതരണമായിട്ടും ഹാജിമാർക്ക് വഴി കാണിച്ചു കൊടുത്തുകൊണ്ടായിട്ടും ഏതെങ്കിലും രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ അതിന് കൂട്ടമായിട്ടോ ഒറ്റക്കൊക്കെ പോയി അതിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ ദിനങ്ങളെ ഒരിക്കലും നമ്മൾ മറ്റു ദിവസങ്ങളെ പോലെ കണ്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല. അള്ളാഹു ഈ വരുന്ന ദിനരാത്രങ്ങളിൽ പുണ്യമാക്കപ്പെട്ട ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിൽ തിന്മകളുടെയും തെറ്റുകുറ്റങ്ങളുടെയും പാപങ്ങളുടെയും കടിഞ്ഞാളിൽ കുടുങ്ങിപ്പോയിക്കൊണ്ട് അള്ളാഹുവിലേക്കുള്ള യാത്രയെ ഒറ്റപ്പെട്ടു പോകാതെ ആ നല്ല ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തെന്നിപ്പോകാതെ ആ സൽപാന്താവിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടെ കൂട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരിൽ എന്തൊക്കെ കുറവുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് സബറോടുകൂടി ക്ഷമയോടുകൂടി ഉറച്ചു നിന്നുകൊണ്ട് ഒരു കൂട്ടമായി നിൽക്കുമ്പോൾ പരസ്പരം ഉപദേശിക്കാനും ഒരു തെറ്റ് കാണുമ്പോൾ പരസ്പരം തിരുത്താനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണ്ണാടി പോലെ പരസ്പരം ഉപദേശിക്കാൻ സാധിക്കും. ആരെങ്കിലും ഞാൻ വലിയ യോഗ്യനാണെന്ന് കരുതി ഒറ്റപ്പെട്ടു പോയാൽ അവർ ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെ പോലെ ചെന്നായ്ക്കളുടെ പിടിയിൽപ്പെട്ടു പോകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിൽ മുന്നേറാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രീതി ഈ ദിവസങ്ങളിൽ നേടിയെടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്തും മഗ്ഫിറത്തും ഇറങ്ങുന്ന ഈ ദുൽഹിജ്ജയുടെ 10 ദിനരാത്രങ്ങൾ അതിൽ അള്ളാഹു സ്വീകരിക്കുകയും അള്ളാഹു സ്വർഗ്ഗ പ്രവേശനം നൽകുകയും ചെയ്ത ഉത്തമ മുത്തഖീങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മെമ്പറും പ്രവർത്തകനുമായ ഹുസൈൻ പറവക്കൽ ഒരു ബ്ലോക്ക് കാരണം ഒരു ഓപ്പറേഷന് വേണ്ടി നാട്ടിൽ പോയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ അസുഖം ശിഫയാക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കം ചെയ്ത് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്ലാബ് സെന്ററിലെ എല്ലാ ക്ലാസ്സുകളും സ്ഥിരപ്പെടുത്താമായ ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ കണ്ണിന് കാഴ്ചക്കുറവും പ്രയാസങ്ങളും വരുന്നതായിട്ട് അദ്ദേഹം വലിയ ഒരു പ്രയാസത്തിലാണ്. അദ്ദേഹത്തിന്റെ ആ അസുഖവും അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം പ്രത്യേകം വസീയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആ പ്രയാസം നീക്കി നല്ല ആരോഗ്യമുള്ള ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പഠനങ്ങളും പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് അള്ളാഹു തൗഫീഖും ആരോഗ്യം നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداء الدين ربنا اغفر لنا ولوالدينا رب ارحمهما كما ربونا صغارا اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين. السلام عليكم.